പ്രൈസ് ലോർഡ് മക്കളെ, ഇന്ന് എൻ്റെ ആദ്യം താമസിച്ച സ്ഥലവും ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഉണ്ടായ ആ സ്ഥലവും ആദ്യമായിട്ട് ഞാൻ സുവിശേഷം പറഞ്ഞ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങളോട് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. സന്തോഷമായിരിക്കുക. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദ ലോർഡ്. നെവർ ഗീവ് അപ്പ് ദൈവമക്കളെ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ ബിൽഡിംഗ് കാണുന്നത് കണ്ടല്ലോ. ഈ ബിൽഡിങ്ങിൻ്റെ ഈ സെക്കൻഡ് ഫ്ലോറിലാണ് ഞാൻ താമസിച്ചത്. ഓക്കെ, ആ ബിൽഡിങ്ങിൽ താമസിക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഉണ്ടായതും ദർശനം ലഭിച്ചതൊക്കെ. അവിടുന്ന് ഒരു ദിവസം ഞാൻ ഫസ്റ്റ് എൻ്റെ സുവിശേഷം അറിയിക്കുന്നത് അവിടെ നിന്ന് ഞാൻ അവിടെ റോഡ് ക്രോസ് ചെയ്ത്, അന്നേരം ഒന്നും ക്രൗഡില്ല. നേരെ വരുമ്പോൾ ഈ പാർക്കിൻ്റെ ഇതിലേക്കൂടെ, ഈ സൈഡിൽ ഇതിലേക്കൂടെ, ഇവിടുന്ന് അന്ന് ഈ ബിൽഡിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഇതെല്ലാം പ്ലെയിനാണ്. അവിടെ ഒരു മരം നിൽക്കുന്ന കണ്ടില്ലേ, ആ മരം അവിടെ നിന്ന് ഇങ്ങനെ ഇതിലേക്കൂടെ പെൺകുട്ടികൾ ഇങ്ങനെ 3-5 പേര് ഇങ്ങനെ നടന്നു പോയിരുന്നു. ഇതിലേക്കൂടെ സ്പീഡിൽ നടന്നു പോകുമ്പം ആ നിൽക്കുന്ന കണ്ടില്ലേ, അയാൾ നിൽക്കുന്നിടത്ത് ആ മരത്തിൻ്റെ അവിടെ നിന്നപ്പം ഞാൻ ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെ വന്ന് അവരുടെ കൂടെ ചേർന്നു അങ്ങോട്ട് നടന്നു. പിന്നെ ലെഫ്റ്റിലോട്ട് പോയി ഇങ്ങനെ ഈ ബിൽഡിങ് വട്ടം കിടക്കുന്ന സമയത്ത് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ കോർണറിൻ്റെ അവിടെ എത്തുമ്പോഴാണ് ഒരു സിസ്റ്റർ ലൂസ് ചെയ്തു. ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് സിസ്റ്റർ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇവിടെ ഈ സ്ഥലത്ത് വെച്ചാ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് സിസ്റ്റർമാരെ നിങ്ങൾക്കറിയാമോ, ഞാനൊരു മീറ്റിങ്ങിന് പോയി, ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴ് അവിടെ വെച്ചിട്ട് കുറച്ച് മുമ്പോട്ട് ആ മരത്തിൻ്റെ അവിടെ, സെക്കൻഡ് ലാസ്റ്റ് മരത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഒരു സിസ്റ്റർ ലീവ് ചെയ്ത് പോയി. അടുത്ത മരത്തിൻ്റെ അടുത്ത് കോർണറിലോട്ട് തിരിഞ്ഞപ്പോൾ അടുത്ത സിസ്റ്ററും പോയി. പിന്നെ എല്ലാ മരത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു സിസ്റ്ററും കൂടെ പോയി. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പം ഒരു സിസ്റ്റർ കൂടെ പോയി. 5 പേരിലെ 4 പേര് ലീവ് ചെയ്ത് ഒരാൾ മാത്രം എൻ്റെ കൂടെ നിന്നു. എന്നിട്ട് ഞങ്ങൾ അതിലേക്കൂടെ വന്നിട്ട് ആ പാർക്കിൽ കൂടെ കയറി ഇവിടെ വന്നിരുന്നു, ഈ സൈഡിൽ. ഓക്കെ, ഈ സ്ഥലത്ത് വന്നിരുന്നിട്ട് ഞങ്ങൾ 2 പേരൂടെ പ്രാർത്ഥിച്ചു. ആദ്യമായിട്ട് ജോളിൻസിനെ കാണുന്നുണ്ടായിരിക്കും, അവൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇവിടുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. പിന്നെ അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്രെയറും എല്ലാം. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എപ്പോഴും കൂടും ഞങ്ങളുടെ ഫ്ലാറ്റിൽ. എന്തിനാണ്? പ്രെയറിന്. ആദ്യത്തെ എൻ്റെ ലേഡീസ് മീറ്റിംഗ് നടന്നത് ആ വീട്ടിൽ തന്നെയാണ്. എത്ര സന്തോഷം അല്ലേ, നമ്മുടെ പിള്ളേർ വരുന്നുണ്ടോ? സ്തോത്രം, എത്ര മനോഹരമായിരുന്നു. ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഇത് കരാമ പാർക്കാണ്. ഇവിടെ ഇഷ്ടംപോലെ ജനമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ സ്ഥലം, ആ ബിൽഡിങ്, ഈ മരങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോയതൊക്കെ എന്തോ ഒരു സന്തോഷമായിരുന്നു. സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു ദിവസം 3 സിസ്റ്റർമാര് എന്നോട് നടന്നു വന്നിട്ട് അവരിങ്ങനെ ചോദിച്ചു, എന്ത് ചെയ്യുന്നു റാണി? ഞാൻ പറഞ്ഞു, സുവിശേഷം പറഞ്ഞു അവരോട്. അപ്പൊ ഞങ്ങൾ അവിടെ ആ ദൂരത്തിലെ സ്ഥലത്തില്, ഓക്കെ, ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ഞങ്ങൾ അങ്ങ് ദൂരത്തില് ഒരു ചെയറുണ്ട്, അവിടെ ഞങ്ങൾ പോയിരിക്കും. ഈ പാർക്കിൽ 3 റൗണ്ട് കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് പാർക്കിൽ 3 റൗണ്ട് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് ഒരു ദിവസം ഒരു ആന്റി എന്നോട് പറഞ്ഞു, റാണി, എൻ്റെ ഈ മോമനയുടെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ട്, അതെന്തുവാണെന്ന് പറയെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ് ആന്റി പറയുന്ന പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരാഴ്ച വീട്ടിലിരുന്ന് പ്രാർത്ഥനയാണ്. അടുത്ത വെള്ളി, ശനി, ഞായർ 3 ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വരുമ്പോൾ പാർക്കിൽ വരുമ്പോൾ ടെൻഷനാണ്. അതെയോ ഇവരെന്തായിരിക്കും ഇനി പറയുന്നതെന്ന്. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് ദൈവം മറുപടി തന്നില്ല. അങ്ങനെ ഞാൻ വല്ലാത്ത ഭാരത്തിൽ റോഡ് ക്രോസ് ചെയ്ത് വരുമ്പോൾ അവർ 3 പേരും ഈ ചെയറിലിരിപ്പുണ്ട്. അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ആന്റി എന്നെ വിളിച്ചപ്പോഴും, അയ്യോ സോറി മോളെ, ഞങ്ങൾ നിന്നെ 3 ദിവസം വിഷമിപ്പിച്ചു, ഞങ്ങൾ ക്ഷമിക്കണേന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ. സ്തോത്രം. രാമ പാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പോഴും ആദ്യത്തെ മോൻ ജനിച്ചപ്പോഴൊക്കെ ഒത്തിരി ടെസ്റ്റ് മണിയുള്ള ഒരു പാർക്കാണ് ഇത്. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ബ്രാഹ്മൺ തമിഴ് ആന്റി ഉണ്ടായിരുന്നു. ആന്റിയോട് ഞാൻ സുവിശേഷം പറഞ്ഞത് അവിടെ ആ ചെയറിലിരുന്നിട്ടാണ്. എന്നിട്ട് ഇവിടെ കുറേ പേരുണ്ട്, ഹരിബ്രദറിനെയൊക്കെ പരിചയപ്പെടുന്നത്, വേറെ കുറേ ഇവാഞ്ചലിസ്റ്റുകളെയൊക്കെ പരിചയപ്പെടുന്നത് ഈ സ്ഥലത്താണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് കുറേ പ്രാവശ്യം ആദ്യമായിട്ട് വീട്ടിൽ ആ ബൈബിള് ഹസ്ബൻഡ് കണ്ടുപിടിക്കാൻ പോയതും ഒക്കെ ഇവിടെയാണ്. ആന്റി വന്നിട്ട് അവിടെ ഇരുന്ന് ആന്റിയോട് സുവിശേഷം പറഞ്ഞതൊക്കെ ഓർക്കുന്നു. സന്തോഷം. എനിവേ, പാർക്ക് അങ്ങനെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ.
പിന്നെ കമ്മലൂരിയിട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് എന്നെ എല്ലാവരോടും സംസാരിക്കുന്ന അവിടെ ഒരു ആ ചെയറിൽ ഇരുന്നിട്ടായിരുന്നു. സ്തോത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഈ ചെയറിലൊക്കെ ഒത്തിരി മേ ബി അവിടെ മേ ബി ദാറ്റ് സൈഡ് അവിടെ ഒരു കോർണറിലൊരു ചെയറുണ്ട്. അവിടെ ഞാൻ ഒത്തിരി നേരം ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. അപ്പോൾ എന്നോട് ഒരു ആൻറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ട്. മോളെ എന്തോ പറഞ്ഞെന്നറിയാമോ? ആൻറ്റിയാണ്. ആൻറ്റി പറഞ്ഞൊരു കാര്യം, മോളെ there is a time everything will be all right. See dates ഉണ്ടോ? പണ്ട് പറയുമായിരുന്നു. See dates. Hallelujah. ഓക്കെ, എന്നോട് പറയുമായിരുന്നു, മോളെ എല്ലാം ശരിയാവും, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എല്ലാം ശരിയാവും. കുഞ്ഞ് അങ്ങനെ ഓരോ പ്രാവശ്യം എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു ആൻറ്റിയൊക്കെ. സ്തോത്രം. ഇവിടെയൊക്കെ ഒത്തിരി സമയം ഞങ്ങൾ ഈ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒത്തിരി ഒരു 14 years മുമ്പുള്ള സ്റ്റോറിയാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഒത്തിരി എനിക്ക് ഹൃദയത്തെ ടച്ച് ചെയ്ത സ്ഥലങ്ങളായതൊക്കെ. സ്തോത്രം. ഓക്കെ, പിന്നെ ഞങ്ങൾ എന്നും എൻട്രി ചെയ്യുന്ന ഈ സ്ഥലത്തു നിന്നായിരുന്നു. ദിസ് എൻട്രൻസിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരും. ഇവിടെ എല്ലാവരെയും മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അവിടെ ഒരു ബെഞ്ചിലാണ് ഞങ്ങളുടെ ഒത്തിരി നേരം കരഞ്ഞിട്ടുള്ള ബെഞ്ചുകളായതൊക്കെ. സ്തോത്രം. 14 years ബാക്ക് മേ ബി. ഓ ഹല്ലേലൂയ. അന്ന് ഈ ബിൽഡിംഗ് ഒന്നും ഇല്ല. എൻട്രൻസിൻ്റെ അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. എല്ലാവരും നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഒത്തിരി സംസാരിക്കാൻ പറ്റുന്നില്ല. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. ആമേൻ. എന്നിട്ടും ഇപ്പോഴും എൻ്റെ കാത്തിരിപ്പിന് അതിന് ലാസ്റ്റൊന്നും ആയില്ല. വരും നിശ്ചയമേ. ദർശനത്തിനൊരു അവധിയുണ്ട്. വരും നിശ്ചയമേ. ഇവിടെ കൂടെയൊക്കെ എൻട്രി ചെയ്ത് കരഞ്ഞുകൊണ്ട് എൻട്രി ചെയ്ത. പക്ഷേ ഇന്നിവിടെ നിൽക്കുമ്പോൾ അന്ന് ഈ നിങ്ങളെയൊക്കെ പരിചയപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. നോക്കിയ 14 years ബാക്കിലുള്ള എൻ്റെ എൻട്രി. പിന്നെ ഒരു ഇതും കൂടെ പറയാനുള്ളത്, ഇവിടെ ഞങ്ങൾ നടക്കുമ്പോൾ ഒരു ബ്രദർ ഹസ്ബൻഡ് വൈഫും ഇവിടെ വന്നു. ഞങ്ങൾ വാക്ക് ചെയ്യുമ്പോൾ രാവിലെ പുള്ളി ഞങ്ങളുടെ കൂടെ നടന്നു. എന്നിട്ട് ഞാൻ പുള്ളിയോട് സുവിശേഷം പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ സമയമാകുമ്പം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ 2 വർഷം കഴിഞ്ഞ് ഞാൻ ഒരു സ്ഥലത്ത് വെച്ച് അവരെ കാണുമ്പോൾ പുള്ളി ജീസസ് ഈസ് അലൈവ് ചർച്ചിൻ്റെ മീറ്റിങ്ങിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരെയും എൻട്രൻസിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വിളിച്ചത് എങ്ങനെ സംഭവിച്ചാൽ പറഞ്ഞു, ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന്. അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ വിതയ്ക്കുന്നതൊന്നും അത് വരും നിശ്ചയമേ. ഓക്കെ മക്കളെ, ഗോഡ് ബ്ലെസ് യു. ഇത്രയും നേരം നിങ്ങൾ കേട്ടതിനായി താങ്ക് യു. ബൈ ബൈ. അപ്പോൾ എൻ്റെ ബിൽഡിംഗ് ഉണ്ടല്ലോ, ലുലുവിൻ്റെ പഴയ ബിൽഡിംഗ്. ബൈ ബൈ.